ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീമദ് നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 33-ാം ദശകത്തിലെ 7-ാം ശ്ലോകത്തേക്കാണ്. ധാവന്ന ശേഷഭുവനേഷു ഭിയാസ പശ്യൻ വിശ്വത്ര ചക്രമപി തേ ഗതവാൻ വിരിഞ്ചം. കാലചക്രം അതിലംഘയതീത്യഭാസതാം സർവം യയൗ സ ച ഭവന്തമവന്തദൈവ. ഓരോ വാക്കുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും ആദ്യം ശ്രദ്ധ ചെയ്യാം. സഹ ഭിയാ അശേഷഭുവനേഷു ധാവൻ. ആ ദുർവാസാവ് ഭയം നിമിത്തം എല്ലാ ലോകങ്ങളിലും ഓടി നടന്നിട്ട് വിശ്വത്ര തേ ചക്രമഭിവശ്യൻ, എല്ലായിടത്തും അങ്ങയുടെ ചക്രത്തെ കാണുന്നവനായിട്ട് വിരിഞ്ചം ഗതവാൻ, ബ്രഹ്മദേവനെ ശരണം പ്രാപിച്ചു. കാലചക്രം ക അതിലംഘയതി ഇതി അപാസ്ത സർവം യയൗ, കാലചക്രത്തെ ആര് അതിക്രമിക്കുന്നു എന്നിങ്ങനെ ബ്രഹ്മാവിനാൽ പരിത്യജിക്കപ്പെട്ടവനായിട്ട് ശ്രീ പരമേശ്വരനെ പ്രാപിച്ചു. സഹ ച ഭവന്തം അവന്തത ഏവ, അദ്ദേഹവും ഇന്ദ്രവടിയെ വന്ദിക്കുക തന്നെ ചെയ്തു. സുദർശന ചക്രത്തിൽ നിന്നും ഭയന്ന ദുർവാസസ മഹർഷി ലോകമെമ്പാടും ഓടിത്തുടങ്ങി. എങ്ങും അഭയം കിട്ടിയില്ല. എവിടെ ചെന്നാലും അങ്ങയുടെ ചക്രവും പുറകെ എത്തുന്നത് കണ്ടു. ലോകമെങ്ങും നിറഞ്ഞ് ചക്രം നിൽക്കുന്നതായ പ്രതീതിയും മഹർഷിക്കുണ്ടായി. ഒടുവിൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ തന്നെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവിന് എന്തു ചെയ്യാൻ കഴിയും? സകല ഭുവനങ്ങളുടെയും സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവായ ആ ഭഗവാന്റെ കാലചക്രത്തെ അതിക്രമിക്കുവാൻ ആർക്കു കഴിയും? വൈഷ്ണവചക്രം കാലചക്രമാണ്. ഏതിനെയും സംഹരിക്കുന്ന കാലത്തിൻ്റെ കറക്കത്തിൽ അഥവാ ഗതിയിൽപ്പെട്ട് എല്ലാം നശിക്കുന്നു. ബ്രഹ്മാവായ ഞാനും കാലത്തിന് വിധേയമാണ്. സുദർശനം കാലചക്രമാണ്. അതിനെ നേരിടുവാൻ ആർക്കും കഴിയില്ല. ആ ഭഗവാന്റെ ഭക്തനെ ദ്രോഹിക്കുന്ന നിന്നെ രക്ഷിക്കുവാൻ എനിക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അനന്തരം ദുർവാസസ മഹർഷി കൈലാസനാഥനായ ശ്രീ പരമേശ്വര സന്നിധിയിൽ വന്നു. ശിവന്റെ അംശമാണ് ദുർവാസസ്. പുത്രസ്ഥാനവുമുണ്ട്. എന്നാൽ ശ്രീ പരമേശ്വരൻ അങ്ങയുടെ ചക്രമായ സുദർശനത്തെ കണ്ട് നമസ്കരിക്കുകയാണ് ചെയ്തത്. അല്ലാതെ സ്വഅംശസംഭൂതനായ ആ മഹർഷിയെ അങ്ങയുടെ ചക്രത്തിൽ നിന്ന് രക്ഷിക്കുവാൻ യാതൊരു ശ്രമവും ചെയ്തതേയില്ല. അതുമാത്രമല്ല, സുദർശനത്തിൻ്റെ ചൂട് കാരണം മഞ്ഞുമലകൾ ഉരുകി തുടങ്ങിയിരുന്നു അത്രേ. അതിനാൽ വേഗം പറഞ്ഞയച്ചു. ഒരിക്കൽ കൂടി ശ്ലോകത്തെ ജപം ചെയ്യാം. ധാവന്ന ശേഷഭുവനേഷു ഭിയാസ പശ്യൻ വിശ്വത്ര ചക്രമപി തേ ഗതവാൻ വിരിഞ്ചം. കാലചക്രം അതിലംഘയതീത്യഭാസത സർവം യയൗ സ ച ഭവന്തമവന്തദൈവ. ഓം തത്സത്. ഹരി ഓം.